നമസ്കാരം. 1.5 മാസം പിന്നിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നെട്ടോട്ടം തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 48 മണിക്കൂറിനകം ശുഭപ്രതീക്ഷയുണ്ടാവും എന്ന് ട്രംപ് പറയുമ്പോഴും അതെങ്ങനെ എന്നതിനെക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് പറയുന്നതെല്ലാം ഞൊടിയിടയിൽ വിഴുങ്ങുന്ന പാരമ്പര്യമുള്ളതുകൊണ്ട് ആരും ഗൗരവത്തോടെ എടുക്കുന്നുമില്ല. യുദ്ധം എന്ന് അവസാനിപ്പിക്കും എന്നതിനേക്കാൾ ഈ ദിവസങ്ങളിൽ പ്രാധാന്യം വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 2 ആഴ്ച നീളുന്ന വെടിനിർത്തൽ 22-ാം തീയതി അവസാനിപ്പിക്കുമ്പോൾ 2 ആഴ്ച കൂടി നീട്ടിയെടുക്കുക എന്നതും ഒരിക്കൽ കൂടി ഇറാനും അമേരിക്കയും തമ്മിൽ നേർക്കുനേർ ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടാവുക എന്നതുമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തതുകൊണ്ട് പാകിസ്ഥാൻ്റെ മധ്യസ്ഥത മാത്രമേ ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ശരണമായുള്ളൂ. ഒരിക്കൽ കൂടി ചർച്ച നടത്തുക എന്ന ലക്ഷ്യത്തിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ തെഹ്റാനിലെത്തിയിട്ടുണ്ട്. തെഹ്റാനിലെത്തി ഇറാൻ നേതാക്കളുമായി ചർച്ച നടത്തി ഇറാനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഇറാൻ പ്രതിനിധികളെ ഒരിക്കൽ കൂടി പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ അസീം മുനീർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനടി 2ാമത് ചർച്ചയുണ്ട് എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഇറാൻ സമ്മതം മൂളിയിട്ടില്ല. ചർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനങ്ങൾ. ചർച്ച നടത്താൻ ഇറാൻ സമ്മതിക്കാതിരിക്കവേ ചർച്ചയുടനുണ്ടാവും, 48 മണിക്കൂറിനുള്ളിൽ യുദ്ധം തീരും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. 2, ഇപ്പോഴും ഇസ്രയേൽ ലെബനോനിൽ ആക്രമണം നടത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രീ കണ്ടീഷനാണ് ഹിസ്ബുള്ളയെ വെറുതെ വിടുക എന്ന ഇറാൻ്റെ നിലപാടും ചർച്ചയ്ക്ക് സാഹചര്യമൊരുങ്ങുന്നതിന് തടസ്സമാകുന്നു. ഏറെ വൈകാതെ 2ാം ഘട്ട ചർച്ചയുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇറാൻ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. ഇറാൻ്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് അസീം മുനീർ ഇപ്പോൾ ടെഹ്റാനിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി തന്നെയാണ് പാകിസ്ഥാനി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് റിയാദിലെത്തി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ട്രംപ് ലോക നേതാക്കളെയൊക്കെ ടെലിഫോണിൽ വിളിച്ച് ചർച്ച നടത്തുന്നു. ട്രംപ് ഫോണിൽ വിളിച്ച് ദീർഘമായി സംസാരിച്ച 2 ലോകരാഷ്ട്രത്തലവന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമാണ്. ഈ 2 പേരുമായും ട്രംപ് ദീർഘനേരം സംസാരിക്കുകയും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഏറെ വൈകാതെ പറക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ട്രംപിന് യുദ്ധം തനി അവസാനിപ്പിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആകപ്പാടെ ട്രംപിനെ ഇറാനുമായി ചർച്ച നടത്താനുള്ള ഏക ഉപാധി പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും സൈനിക തലവനെയും ട്രംപ് ഉപയോഗിക്കുന്നു. എന്നാൽ പാകിസ്ഥാൻ അമേരിക്കൻ താല്പര്യങ്ങളുടെ ഉപഗ്രഹം മാത്രമായതുകൊണ്ട് ഇറാൻ പാകിസ്ഥാനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇറാനുമായി ബന്ധമുള്ള വിശ്വാസ്യതയുള്ള രാഷ്ട്രത്തലവന്മാർ എന്ന നിലയിൽ മോദിയെയും ഷിയെയും ബന്ധപ്പെടാൻ ട്രംപ് തീരുമാനിച്ചത്. ഇവിടെ ചൈനയുടെ രംഗപ്രവേശം നിർണായകമായി മാറുന്നു. ഈ യുദ്ധത്തിൽ ചൈന കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നാണ് പുറത്ത് പ്രകടിപ്പിക്കുന്നതെങ്കിലും ഇറാന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതും ഇറാന് വേണ്ട ഇൻ്റലിജൻസ് സംവിധാനം ഒരുക്കുന്നതുമൊക്കെ ചൈനയാണ് എന്ന് ട്രംപ് തന്നെ ആരോപിച്ചിരുന്നു. എന്ന് വെച്ചാൽ ചൈന കൃത്യമായി അമേരിക്കയ്ക്കെതിരെ ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ട്രംപ് വിശ്വസിച്ചിരുന്നതും ആരോപിച്ചിരുന്നതും. അമേരിക്കയുടെ ശത്രുപക്ഷത്താണെന്ന് ഉറപ്പിച്ച ചൈനീസ് പ്രസിഡന്റിനെ വിളിച്ച് സംസാരിക്കുകയും വലിയ ആവേശത്തോടുകൂടി ഹോർമൂസ് കടലിടുക്ക് സ്ഥിരമായി ഞങ്ങൾ തുറക്കാൻ പോകുന്നു, ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചൈനയ്ക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി ഞാൻ ഉടനടി അത് സ്ഥിരമായി തുറക്കും എന്നൊക്കെ ട്രംപ് പറഞ്ഞത് ചൈനയുടെ ശക്തമായ ഇടപെടലും താക്കീതുമാണെന്ന് വ്യക്തമാവുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. ഇറാൻ അവരുടെ അനുമതിയില്ലാതെ ഒരു കപ്പലും കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ചൈനയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾക്ക് ഇറാൻ അനുമതി കൊടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാനെ പ്രതിസന്ധിയിലാക്കാൻ ട്രംപ് ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതും ബ്ലോക്കിംഗ് തുടങ്ങിയതും. ഇതോടുകൂടി ചൈനയിലേക്കുള്ള എണ്ണ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ചൈന ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയായിരുന്നു. ട്രംപിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ചൈനീസ് പ്രസിഡന്റിനെ വിളിക്കാൻ ട്രംപ് തീരുമാനിക്കുന്നത്. ട്രംപിന് അന്ത്യശാസനം ചൈന കൊടുത്തു എന്ന് വ്യക്തമാവുകയാണ് ഉടനടി ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കും എന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനം വ്യക്തമാക്കുന്നത്. ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് എതിരല്ല, എന്നാൽ ഇറാന് അവരുടെ യുറേനിയൻ സമ്പുഷ്ടീകരണം തുടരാൻ അനുമതി വേണം എന്ന നിലപാടാണ് ഇപ്പോഴും ചൈനയുടേതും. എന്തു വേണമെങ്കിലും ചെയ്യാം, എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം എന്ന നിലപാടിലേക്ക് മാറിയതോടെ
ചൈന ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഇതിനിടയിൽ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഇറാൻ വെറുതെ ഇരിക്കുകയല്ലെന്നും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നശിപ്പിച്ച ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ അടക്കമുള്ള ഇടങ്ങളിൽ പുനർനിർമ്മിക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നുമാണ് വ്യക്തമാകുന്നത്. പല മിസൈൽ ലോഞ്ചറുകളും കൂമ്പാരങ്ങളായി മാറിയിരിക്കുകയാണ്. അവശിഷ്ടങ്ങളെല്ലാം നീക്കി അവയെ പുനർസൃഷ്ടിക്കാനുള്ള നീക്കം തകൃതിയായി നടന്നു വരുന്നു. അതേസമയം ട്രംപിന്റെ ഭീഷണിയെ ഒന്നിനെയും അവഗണിക്കാൻ ഇറാൻ തീരുമാനിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുന്നത് തുടർന്നാൽ അമേരിക്കൻ കപ്പലുകൾ മുക്കിക്കളയും എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചെങ്കടലിന്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കും. ഹോർമൂസ് കടലിലേക്ക് മാത്രമല്ല, ചെങ്കടലിലേക്ക് പോലും ആർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്നും ഉടനടി പിന്മാറുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലതെന്നും ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് തന്നെ ആവർത്തിച്ചിരിക്കുന്നു ചൈന എന്ന് വ്യക്തമായതോടെ പതിയെ അത് പിൻവലിക്കാനുള്ള നീക്കം അമേരിക്കയും ആരംഭിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് അവസരമൊരുങ്ങിയാൽ മാത്രമേ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പിന്മാറാൻ പറ്റൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് സമ്മതമാണ് എന്ന് ഇറാനെ കൊണ്ട് പറയിപ്പിക്കാൻ നീക്കം നടക്കുന്നത്. അതേസമയം ലെബനോനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ട്രംപ് ആവശ്യപ്പെട്ടിട്ടും നിർത്തിയിട്ടില്ല. ലെബനോനിൽ ആക്രമണം നിർത്തിയാൽ ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്നതിന് തുല്യമാകും. ഏത് കരാറിൻ്റെ പുറത്താണെങ്കിലും ഹിസ്ബുള്ളയോട് വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണ് ഇസ്രായേലിൻ്റേത്. ഇന്നലെയും 4 പേർ ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ ഇസ്രായേലും ലെബനോനും തമ്മിൽ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയാണ്. എന്നാൽ ഹിസ്ബുള്ള ഇതിനെ അപലപിച്ചു. ലെബനോനോട് നാണം കെട്ട ചതിക്കു പോവരുത് എന്നാണ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പും താക്കീതും. അതുകൊണ്ട് തന്നെ ലെബനോനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാലും ഹിസ്ബുള്ള അത് അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇതിനിടയിൽ വളരെ രസകരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നു. നമുക്കൊക്കെ അറിയാം പോപ്പും ട്രംപും തമ്മിലുള്ള ഭിന്നത. പോപ്പിനോട് സഭയുടെ കാര്യം നോക്കിയാൽ മതി, രാഷ്ട്രഭരണത്തിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, ഇറാനെ സംരക്ഷിക്കാനാണെങ്കിൽ സമ്മതിക്കില്ല എന്ന തരത്തിലൊരു ഭീഷണി ട്രംപ് മുഴക്കിയത് ആഗോള വ്യാപകമായി വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പോപ്പാവട്ടെ ഇതൊന്നും ഗവനിക്കാതെ തൻ്റെ ജോലി എന്താണെന്ന് തനിക്കറിയാം, താനത് തുടരും, ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് മറുപടി കൊടുത്തു. അമേരിക്കൻ പൗരനായ പോപ്പ് അമേരിക്കൻ പ്രസിഡന്റിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഭിന്നത വർദ്ധിക്കാൻ കാരണമായത് തന്നെ യേശുക്രിസ്തുവിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് നിർമ്മിതി ബുദ്ധിയിൽ സൃഷ്ടിച്ച ഒരു വീഡിയോ ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതാണ്. ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വേഷത്തിലുള്ള ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്നുള്ള ട്രംപിൻ്റെ വീഡിയോയ്ക്ക് കൃത്യമായ മറുപടിയുമായി ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ താജിക്കിസ്ഥാൻ എംബസി പുറത്തുവിട്ട AI നിർമ്മിത വീഡിയോയിൽ ട്രംപ് പുറത്തുവിട്ട വീഡിയോയുടെ എക്സ്റ്റൻഷൻ കാണിക്കുകയാണ്. ട്രംപ് രോഗിയുടെ തലയിൽ കൈവച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. യുവർ റെക്കണിംഗ് ഹാസ് കം. ഈ ശബ്ദം കേട്ട് ട്രംപ് നിലവിളിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നേ ട്രംപിൻ്റെ തലയ്ക്കിട്ട് അടിക്കുകയും ചോര ചീന്തുകയും ചെയ്യുന്നു. ഏറെ വൈകാതെ യേശു ക്രിസ്തു ട്രംപിനെ അടിച്ച് വലിയ തീ നരകത്തിലേക്ക് തള്ളിയിടുന്ന AI നിർമ്മിത വീഡിയോയാണ് ഇറാൻ താജിക്കിസ്ഥാൻ എംബസി പുറത്തുവിട്ടത്. ഇത് ലോകം ഏറ്റെടുക്കുകയും ട്രംപ് നരകക്കുഴിയിലേക്ക് വീണിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന പ്രചരണവും ശക്തിപ്പെട്ടു. ട്രംപിൻ്റെ യേശു ക്രിസ്തുവിനെ താതാത്മ്യം ചെയ്തുകൊണ്ടുള്ള നിർമ്മിത ബുദ്ധിയിൽ തീർത്ത വീഡിയോ വാസ്തവത്തിൽ ട്രംപിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. യുദ്ധം അവസാനിക്കുന്നതിനെക്കുറിച്ചല്ല ഇന്നലെയും ഇന്നും ചർച്ച നടക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി തേടാൻ ഇറാനും അമേരിക്കയും ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ചാണ് അവസാനത്തെ നീക്കം. ഈ ശ്രമം വിജയിക്കുമോ എന്നറിയണമെങ്കിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയോ പ്രധാനമന്ത്രിയോ എന്തെങ്കിലും ഉരിയാടണം.